എന്നാൽ മുസ്ലിം സമുദായത്തിനൊരു ഉത്തരമേ ഉള്ളൂ. ഈ മൗലവിമാര് സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിതന്മാരല്ല. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ സമുദായം പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ വിശദീകരിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച അല്ലാഹു സകലമാന സൃഷ്ടിചരാചരങ്ങളിലും വ്യതിരിക്തനായ അള്ളയാണ്. ആ അല്ലാഹു ഒരു കാലത്തും കൈകളും കാലുകളും ഉള്ളവനല്ല. ആ അല്ലാഹു ഒരു കാലത്തും സൃഷ്ടികളോട് സാദൃശ്യനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ എക്കാലത്തും മുഴക്കിയ മുദ്രാവാക്യം അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ പൂർവികരായ പിതാക്കളായ ആലിമീങ്ങളായ സാദാത്തുക്കളായ പൂർവികരിലേക്ക് ആ പ്രവാചകൻ കൊടുത്ത മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സമദ്, അല്ലാഹു കൈകളും കാലുകളും ഇല്ലാത്തവനാണെന്നാണ്. വഹാബികളുടെ ആശയപ്രകാരം പരിശുദ്ധമായ ഖുർആൻ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് സ്ഥാപിക്കുവാൻ അച്ചായന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗലവിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ വെറുതെ വിടണം, നിങ്ങൾ ഇസ്ലാമിനെ വെറുതെ വിടണം. ഞങ്ങളുടെ ആലിമീങ്ങൾ, ആദരണീയരായ പേരൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ബഹുമാന്യരായ ആലിമീങ്ങളെല്ലാം ആ കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ മൗലവിയെ സമുദായത്തിന്റെ കാര്യം പറയാൻ ഈ ഉമ്മത്ത് ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ സമുദായത്തിന് ഏറ്റെടുക്കേണ്ടതുമില്ല. മൗലവി വീണ്ടും പറയുന്നു, വഹാബി മൗലവിമാരുടെ ആശയം പിടിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തോതിയിട്ട് പറയാൻ, അത്തരം അള്ളാഹുവിന്റെ അവയവങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന പദങ്ങൾക്ക് നേരാർത്ഥം വെക്കുകയാണെങ്കിൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ലോകം മുഴുവനും നശിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ശക്തി മാത്രം ബാക്കിയാകുമെന്നർത്ഥമുള്ള ആയത്തിനെ മൗലവിമാർ വജ്ഹ് എന്നതിന് മുഖം തന്നെ അർത്ഥം വെക്കണമെന്ന് ശാഠ്യം പിടിച്ചാലുണ്ടാകുന്ന അപകടം എന്താണെന്ന് മൗലവിമാരെ പഠിപ്പിക്കുന്നത് സാക്ഷാൽ ക്രിസ്തീയ പുരോഹിതനായി പോയി എന്നത് നിങ്ങളുടെ അധപ്പതനത്തിന്റെ ആഴം കൂട്ടുന്നു എന്നാണ് സാന്ദർഭികമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി, ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അല്ലാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. സമുദായത്തിന്റെ അല്ലാഹുവും അല്ലേ? അല്ല. ഇത് കേരള വഹാബികൾ 2000-ന് ശേഷമുണ്ടാക്കിയ ഒരു രൂപമാണ്. ഞങ്ങൾക്ക് അള്ളാനെ പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ച അല്ലാഹു അഹദ, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ, അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹു കൈകളെ ആശ്രയിക്കുന്നില്ല, അല്ലാഹു കാലുകളെ ആശ്രയിക്കുന്നില്ല, അല്ലാഹു ജഡത്തെ ആശ്രയിക്കുന്നില്ല, അല്ലാഹു സ്ഥലത്തെയും സമയത്തെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുക്ക് മുഖവുമില്ല. അതുകൊണ്ട് എല്ലാം ലോകം നശിച്ചാൽ അള്ളാന്റെ മുഖം മാത്രമല്ല ബാക്കിയാകുന്നത്, അല്ലാ എന്ന ശക്തിയാണ് ബാക്കിയാവുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച
തൗഹീദിന്റെ വിശദീകരണം അനുസരിച്ച് അള്ള ബാക്കിയാകുമെന്നേ അർത്ഥമുള്ളൂ. ഓ വഹാബികളെ, ഈ സമുദായത്തെ ഇങ്ങനെ പറയിപ്പിച്ചതിന്റെ പിന്നിൽ ആരാണ്? രാജ്യത്തിന്റെ കവലകളിൽ നിങ്ങളുണ്ടാക്കിയെടുത്ത കലഹങ്ങളെ കൊണ്ട് സമുദായത്തിനുണ്ടായ നഷ്ടം എന്തെന്നറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ വെറുതെ വിടുക, ഖുർആനിനെ വെറുതെ വിടുക, ഈ സമുദായത്തെ വെറുതെ വിടുക എന്നാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ ഓഫീസിലിരുന്ന് നിങ്ങൾക്ക് എന്തും പറയാം, അത് സമുദായത്തിന്റെ ചെലവില് വേണ്ട. വഹാബികളുടെ മുഖാമുഖം കൊണ്ട്, വഹാബികളുടെ ദേവത്ത് കൊണ്ട് സമുദായത്തിനുണ്ടായ പരിക്കെത്രയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രൂപഭാവങ്ങളിൽ മാത്രമല്ല വഹാബികൾ സാദൃശ്യപ്പെടുത്തുന്നത്. നമ്മളെല്ലാം അള്ളാഹുവിന് പഠിച്ച ചില വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അള്ളാഹ്ക്ക് ഭാഷകൾ തടസ്സമല്ല, അള്ളാഹ്ക്ക് ദേശഭാഷ വൈജാത്യങ്ങളൊന്നും തടസ്സമല്ല. ഇന്നല്ലാഹ യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. ഭാഷകളില്ലാതെ തന്നെ അള്ളാഹ്ക്ക് കാര്യങ്ങൾ അറിയാം. എന്നാൽ വഹാബി മൗലവിമാരുടെ ചതി കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രൂപഭാവങ്ങളിൽ മാത്രമല്ല സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നത്, പിന്നെയോ എല്ലാ കാര്യങ്ങളിലും കേവലം ഒരു മനുഷ്യനോട് വഹാബികൾ അള്ളാഹിനെ തുല്യപ്പെടുത്തുകയാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊക്കെ ഭാഷയാണോ സ്വയത്തമാക്കിയത് ആ ഭാഷകളിലെ അവന് ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. ആ ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതേ അവന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുകയുള്ളൂ. മൗലവി പറയുന്നത് ഇതുപോലെയാണ് അള്ളയുമെന്നാണ്. അത് പറയാനുണ്ടായ കാരണം, മൗലവിമാരോട് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, മൗലവിമാരെ ഖുതുബ നിങ്ങൾ മലയാളത്തിലാക്കുകയാണെങ്കിൽ ബാഗും നിസ്കാരവും എന്താ നിങ്ങൾക്ക് മലയാളത്തിലാക്കിക്കൂടെ എന്ന. അതിന് പറയുന്ന മറുപടിയാണെങ്കിലും ആ മറുപടിയിലൂടെ മൗലവി പഠിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് മലയാളം അറിയില്ല എന്നാണ്. ഏതോ അറേബ്യൻ രാജ്യത്തെ പാസ്പോർട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ലോക്കൽ മനുഷ്യൻ, ആ മനുഷ്യനിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മൗലവി ചുറ്റിക്കെട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അയാൾ പറയാണ്, നിസ്കാരം എന്തുകൊണ്ടാണ് മലയാളത്തിലാക്കാത്തത്? നിസ്കാരം അള്ളാനോടാണ്, അള്ളാനോട് ചെയ്യുന്നത് അള്ളാഹ്ക്ക് തിരിയുന്ന ഭാഷയിലാകണോ, അതുകൊണ്ടാണ് അറബി പറയുന്നത് എന്നാണ്. ഖുതുബ എന്തുകൊണ്ടാണ് മലയാളത്തിലാക്കുന്നത്? ഖുതുബ മനുഷ്യന്മാരോടാണ്, മലയാളികളോടാണ്, അപ്പോൾ അവർക്ക് തിരിയുന്ന ഭാഷയിലാകണം, അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത് എന്നാണ്. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. മഹാനായ മമ്പുറന്തങ്ങളുടെ മനതലങ്ങളിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട പരിശുദ്ധമായ തൗഹീദിന്റെ കിരണങ്ങൾ ഏറ്റെടുത്ത് ഈ കവലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തിരൂരങ്ങാടിയുടെയും മമ്പുറത്തിന്റെയും പരിസര പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായത്തെ തൗഹീദ് പഠിപ്പിക്കാൻ മൗലവിമാരെ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? നിങ്ങളേത് അള്ളാനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്? കണ്ണുപൊട്ടൻ കുരുടിയെ കണ്ടതുപോലെ അല്ലെങ്കിൽ ആനയെ കണ്ടതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറും. വഹാബികള് അള്ളാനെ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചാല് കണ്ണൊട്ടും മോര് മനസ്സിലാക്കിയ മാതിരിയാണ്. കണ്ണുപൊട്ടന്റെ കുട്ടി മോര് കുടിച്ച് വയറ്റുന്നോക്കായി മരിച്ചു. അപ്പൊ ആരോ കണ്ണൊട്ടനോട് വന്നിട്ട് പറഞ്ഞു, കണ്ണൊട്ടാ നിങ്ങളെ കുട്ടി മരിച്ചിട്ടുണ്ട് വയറ്റുന്നോക്കായിട്ട്. എന്റെ വയറ്റുന്നോക്കാൻ കാരണം മോര് കുടിച്ചിട്ടാണ്. അപ്പൊ ഈ മോര് ഇത്ര അപകടകാരിയാണ് എന്ന് കേട്ടപ്പോ കണ്ണൊട്ടൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മോര്? അപ്പോ മൗലവിമാര് പടച്ചോനെ പരിചയപ്പെടുത്തുന്ന മാതിരി ആ സാധു കണ്ണൊട്ടനോട് പറഞ്ഞു, അത് വെളുത്തിട്ടാണ്. കണ്ണൊട്ടന് കണ്ടോ വെളുപ്പും കറുപ്പും തിരിയും. കണ്ണൊട്ടൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ വെളുപ്പ്? അത് കൊക്കിന്റെ മാതിരിയാണ്. അപ്പോ ഈ സാധു കണ്ണൊട്ടൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കൊക്ക് ചോദിച്ചു. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് കഴിച്ചിലാകണല്ലോ. മൗലവിമാർ അവസാനം വണ്ടി കയറുന്ന മാതിരി ഈ സാധു എന്ത് ചെയ്തു, ഇങ്ങനെ കാട്ടിക്കൊടുത്തു. അപ്പോ കണ്ണൊട്ടിങ്ങനെ തപ്പിയിട്ട് പറഞ്ഞു, ഇങ്ങനെ നിൽക്കണ മോര് കുടിച്ചാ പിന്നെ എന്റെ കുട്ടി മരിക്കാതൊക്കെ. അതാണ് വഹാബികൾ മനസ്സിലാക്കിയ തൗഹീദ്. അതാണ് വഹാബികൾ വിശ്വസിക്കുന്ന പടച്ചോൻ.
ഏതോ അറേബ്യൻ രാജ്യത്ത് വട്ടക്കെട്ടും കെട്ടി നിൽക്കുന്ന ഒരു അറേബ്യൻ പൗരൻ, മൂപ്പർക്ക് അറബി അല്ലാതെ ഒരു ചുക്കും അറിയില്ല, അങ്ങനത്തെ ഒരു ലോക്കൽ അറബി, അതാണ് വഹാബികളുടെ പടച്ചോൻ. എന്നാൽ അവിടെ മാത്രം ഒതുക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ചോർമ്മപ്പെടുത്തിയതും വിശാലമായി വിശദീകരിച്ചതുമായ അള്ളാഹുവിന്റെ വിശദീകരണങ്ങളെ മുഴുവനും വഹാബികൾ കൊഞ്ഞനം കുത്തി. നമുക്കറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിപ്പിച്ച ആശയം എന്താണ്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു നിങ്ങളെ പടച്ചവനാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 സമയങ്ങളിലെ നിസ്കാരങ്ങളിൽ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണ്, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയാണ്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുകയാണ്. എന്തേ കാരണം? എന്നെ സഹായിക്കുവാൻ കഴിവുള്ളവൻ ഈ ഭൂമിയിൽ ആരുമില്ല. എന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവും ഭൂമിയിലില്ല. ഞാൻ നിന്നെയാണ് ആരാധിക്കുന്നത്. ആ ആരാധിക്കുന്ന ആരാധ്യനായ റബ്ബിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ലേ മുമ്പുറത്തു പോയാലും ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളത് എന്താണ്? റബ്ബേ, നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് പിന്നെ മറ്റൊരു അല്ലാഹു ഇല്ല. ഖുതുബിയത്തിൽ പോലും ആ ആശയം നമ്മൾ പാടുന്നുണ്ടല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിട്ടാൽ, നീ ഞങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ദർബാറിലേക്കാണ് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നത്? വഇയ്യാക നസ്തഈൻ. ഭൗതികമായ കാര്യത്തിലും ഞങ്ങളെ സഹായതേട്ടം നിന്നോട് തന്നെ, ആഖിറത്തിലുള്ള കാര്യങ്ങളിലും അഭൗതികമായ കാര്യങ്ങളിലും നിന്നോട് തന്നെയാണ് സഹായതേട്ടം. ഭൗതികമായോ അഭൗതികമായോ ഞങ്ങളെ സഹായിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. എല്ലാ കഴിവുകളും റബ്ബിനുള്ളതാ, എല്ലാ കഴിവുകളും അല്ലാഹുവിനുള്ളതാ. അല്ലാഹുവിനല്ലാതെ ഒരു മനുഷ്യന്, അവൻ അമ്പിയാവട്ടെ ഔലിയാവട്ടെ ആരായാലും അല്ലാഹുവിനല്ലാതെ ഇവിടെ ഒരു ചെറുവിരൽ അനക്കാനുള്ള കഴിവ് ഒരു സൃഷ്ടിക്കും സ്വന്തമായില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ നാളെ ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോഴും, ഒരു മുസ്ലിമായ മനുഷ്യൻ മമ്പുറത്തെ മഖാമിലേക്ക് പോകുന്നതും, ആ മമ്പുറം മഖാമിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് അലവി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് സ്വന്തമായി നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഒരു ഡോക്ടറുടെ അരികിലേക്ക് രോഗിയായി പോകുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത് ആ ഡോക്ടർക്ക് തന്നെ സഹായിക്കാൻ സ്വന്തമായി കഴിവുണ്ടെന്നല്ല. ഞാൻ ഡോക്ടർ എടുത്തു പോകുമ്പോഴും അള്ളാനോടാണ് ദുആ ചെയ്യുന്നത്, മക്ബറയിലേക്ക് പോകുമ്പോഴും അള്ളാനോടാണ് ദുആ ചെയ്യുന്നത്. അള്ളാനോട് കാര്യസാധ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അതോടൊപ്പം കാര്യം സാധിപ്പിച്ചെടുക്കാൻ അള്ള വെച്ച കാരണങ്ങളുമായി ബന്ധപ്പെടുന്നു. ആ കാരണങ്ങളാണ് ഡോക്ടറുടെ മെഡിസിന്, ആ കാരണങ്ങളാണ് ഡോക്ടർമാരുടെ മെഡിസിന്, ആ കാരണങ്ങളാണ് ഔലിയാക്കളുടെ കറാമത്ത്, ആ കാരണങ്ങളാണ് അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെടാൻ നമ്മൾ മഖാമുകളിൽ പോവുകയാണ്, ആ കറാമത്തുകളുമായി ബന്ധപ്പെടാൻ നമ്മൾ മഖ്ബറകളിൽ പോവുകയാണ്. ഡോക്ടർക്ക് കൊടുത്ത മെഡിസിന്റെ കഴിവുമായി, ആ കാരണവുമായി ബന്ധപ്പെടാൻ നമ്മൾ ഡോക്ടർ എടുത്തു പോവുകയാണ്. ഇവിടെയൊക്കെ പോകുമ്പോഴും അവർക്കാർക്കും നമ്മെ സ്വന്തമായി സഹായിക്കാൻ കഴിയുന്നില്ല. എന്റെ സഹായതേട്ടം നിന്നോട് തന്നെയാണ് അല്ലാഹ്. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. മൗലവിമാർ അവിടെ എന്ത് ചെയ്തു? സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പരിധി വെച്ചു. അവർ വിശദീകരിച്ചു, ഭൗതികമായ കാര്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ആരും ആവശ്യമില്ലാണ്. ഭൗതികമായ റോഡ് നിർമ്മാണം, വീട് നിർമ്മാണം, കുട്ടികളെ കെട്ടിക്കൽ, ഭക്ഷണം കൊടുക്കൽ, ഇങ്ങനെ മനുഷ്യ സഹജമായി ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാടിനും റോഡ് പണിയാൻ എഞ്ചിനീയറെ ഏൽപ്പിച്ചാൽ പിന്നെ അത് എഞ്ചിനീയറെ കൈ തന്നെയാണ്. അവിടെ അള്ളാഹ്ക്കൊരു ഏർപ്പാടുമില്ല, അള്ളാഹ്ക്കൊരു റോളും ഇല്ല എന്ന വഹാബിയുടെ ആശയം. അതുപോലെ
ഡോക്ടറുടെ അടുത്ത് മരുന്നിന് പോകുമ്പോൾ ആ ഡോക്ടർ മരുന്ന് തരുന്നതുകൊണ്ട് അവിടെ ഡോക്ടറെ മരുന്നുകൊണ്ട് രോഗം മാറുമെങ്കിൽ പിന്നെ അവിടെ അള്ളാന്റെ ഒരു ഇടപാടും ആവശ്യമില്ലാണ്. ഒരു മൗലവി പച്ചയായി പ്രസംഗിക്കുകയാണ് പെരിന്തൽമണ്ണ വെച്ചിട്ട്. എന്താണ് അയാൾ പറയുന്നത്? ഈ പെരിന്തൽമണ്ണ റോഡ് ഏതിലൂടെ പോകണം എന്ന് തീരുമാനിക്കണമെന്ന് അല്ലല്ല, അതൊക്കെ നമ്മളാണ് ആ മൗലവി പറയുന്നത്. ഈ ഭൂലോകത്ത് ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്നല്ലാഹിന് തീരുമാനമില്ല. അത് നമ്മുടെ താല്പര്യമാണ്. ഇതല്ലാതെ ഈ ഭൂലോകത്ത് ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്നല്ലാഹിന് തീരുമാനമില്ല. അത് നമ്മുടെ താല്പര്യമാണ്. ഓ മൗലവിമാരെ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുവിൽ അനക്കാൻ കഴിയുമോ? നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് റോഡ് വെട്ടാൻ കഴിയുമോ? ഒരു എഞ്ചിനീയറുടെ വിവരമനുസരിച്ച് കൊണ്ട് സ്വന്തമായി റോഡ് വെട്ടാൻ കഴിയുമോ? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ പടച്ചതും അള്ളയാണ്, നിങ്ങളെ പ്രവർത്തനം പടക്കുന്നതും അള്ളയാണ്. എഞ്ചിനീയർ ഉണ്ടാക്കുന്ന റോഡ്, ഡോക്ടർ നൽകുന്ന മരുന്ന്, അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന മൗജിദത്ത്, ഔലിയാക്കൾ പ്രകടിപ്പിക്കുന്ന കറാമത്ത്, ഇതെല്ലാം റബ്ബിൽ നിന്നു തന്നെ. ആ കാരണങ്ങളിലൂടെ, ആ കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നമ്മുടെ ദുആ അള്ളാനോട് തന്നെയാണ്. നമ്മുടെ സഹായനേട്ടം ആത്യന്തികമായി അള്ളാനോട് തന്നെയാണ്. മഖ്ബറയിൽ പോകുന്നത് അള്ളാനോട് നമ്മൾ ചോദിച്ച സഹായം അത് അള്ളാഹ് ഡയറക്റ്റ് ആയിട്ടല്ല തരുന്നത്, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ കാരണങ്ങളാണ് അമ്പിയാക്കളുടെ കറാമത്ത്, മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, അതുപോലെ ഡോക്ടർമാരുടെ മെഡിസിൻ. ഇതുമായി നമ്മൾ ബന്ധപ്പെടുന്നു, അതിനാണ് മഖ്ബറയിൽ പോകുന്നത്. അത് പോകുമ്പോഴും നമ്മളെ പ്രാർത്ഥന ആരോടാണ്? അള്ളാനോടാണ്. എന്നാൽ മൗലവിമാര് പറയണതോ, ഡോക്ടർമാരടുത്ത് പോകുമ്പോൾ ഡോക്ടറുടെ പാരസെറ്റാമോള് തലവേദനയ്ക്ക് ഡോക്ടർ തന്ന് ആ പാരസെറ്റാമോള് കുടിച്ചാൽ രോഗം മാറുന്ന നമുക്ക് ഉറപ്പാണ്, അവിടെ പിന്നെ അള്ളാനെ ബുദ്ധിമുട്ടിച്ച് ദ്വാരക്കാൻ പോണ്ടാന്ന്. അതാണ് മൗലവിമാര് പറയുന്നത്. വെറുതെ പറയല്ല. ഒരു മൗലവി പറയാണ് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത് അറിയങ്ങള്? മെഡിക്കൽ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്ന് കുടിച്ച് രോഗം മാറിയില്ല, നാട്ടിലെ ലോക്കൽ ഡോക്ടർ അടുത്ത് പോയി രോഗം മാറിയില്ല, ജില്ലാശുപത്രിയിലും ധർമാശുപത്രിയിലും പോയി രോഗം മാറിയില്ല, അവസാനം മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു നമ്മുടെ മരുന്നുകൊണ്ട് നടക്കൂല, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതായത് മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ ധർമാശുപത്രിക്ക് ഒരു മടക്കിൽ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമില് ബാപ്പ കുയ്യിക്കാണ് കാല് കിട്ടിയെന്ന് ഉറപ്പാവുമ്പോഴാണ് പഠിച്ചവനോട് വരക്കേണ്ടത്. നമ്മള് മമ്പറത്തേക്ക് വണ്ടി കയറുമ്പോ തന്നെ സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമ്മൾ അവിടുന്ന് തന്നെ ദുആ തുടങ്ങാൻ. ആരോടാ അത് വരക്കണത്? അള്ളാനോടാ അത് വരക്കണത്. എന്നിട്ട് അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് ഡാശ് വീണ്ടും മുന്നിക്ക് എന്ന് പറഞ്ഞ മാതിരി അള്ളാനെ ഈ രൂപത്തിലൊക്കെ വികലാക്കിയിട്ട് മാപ്പിളാരെ മൂത്ത് നോക്കി കാഫിർ എന്ന് വിളിക്കലാ വഹാബികളെ നിർത്തക്കടം. അതിനാണ് അവർ കവലകളിൽ വരുന്നത്. മൗലവി പറയണ് എപ്പോഴാ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? ഡോക്ടർ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് കഴിയൂല, അപ്പോഴാണ് അള്ളഹാനോട് ദ്വാരക്കേണ്ടതെന്ന് പച്ച മലയാളത്തിലാ പറയണത്. അറിയാലോ, ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മള് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയുന്നത് ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. ഏത് കഴിവാണ് മൗലവിമാരെ നിങ്ങൾക്കുള്ളത്? എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? വല്ലാഹി വല്ലാ, ഒരു ഡോക്ടർക്കും മനുഷ്യനെ സഹായിക്കാനുള്ള കഴിവില്ല. സ്വന്തമായി ഒരു പ്രവാചകനും ഒരു വലിയനും മനുഷ്യനെ സഹായിക്കാനുള്ള കഴിവില്ല. എല്ലാ സഹായവും റബ്ബിൽ നിന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ആത്യന്തികമായ സഹായതേട്ടം അല്ലാഹുവിനോട് തന്നെയാണ്. ആ സഹായം തേടി വീട്ടിലിരുന്നാ പോരാ, ആ സഹായത്തിന് അല്ലാഹു വെച്ച കാരണങ്ങളുമായി ബന്ധപ്പെടണം. അതിനാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൈയൊഴിയാൻ നിൽക്കേണ്ട മുസ്ലിമേ, ദുആ ചെയ്യാൻ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൈയൊഴിയാൻ നിൽക്കേണ്ട പ്രാർത്ഥിക്കാൻ. ഏത് വിഷയത്തിലും സഹായവും പ്രാർത്ഥനയും തേടുന്നത് അള്ളാഹുവിനോടെ. ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടാൻ അള്ളാഹു വെച്ച
വെച്ച കാരണങ്ങൾ എന്ന നിലക്ക് ഡോക്ടറോട് ആ കാരണം നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് അമ്പിയാക്കളോട് കറമൊയ്യത്ത് ചോദിക്കുന്നത്, അങ്ങനെയാണ് ഔലിയാക്കളോട് കറാമത്ത് തേടുന്നത്, അങ്ങനെയാണ് ഡോക്ടറോട് മരുന്ന് തേടുന്നത്. അതൊക്കെ തേടുമ്പോഴും സഹായിക്കുന്നത് ആരാണ്? അള്ളയാ. ആത്യന്തികമായ സഹായതേട്ടം ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഈ അള്ളാഹുവിന്റെ കഴിവിൽ പോലും മൗലവിമാര് കൈവെക്കുകയാണ്. ഭൗതികമായ വിഷയത്തിലൊന്നും അള്ളാഹ്ക്ക് റോളില്ല. മൗലവിമാർക്ക് പടച്ചോൻ ആവശ്യമുള്ളത് എപ്പോഴാന്ന് ചോദിച്ചാൽ ബാപ്പാനെ കവറും പുറത്ത് കൊണ്ടേച്ചിട്ട് അതുവരെ ഇവിടെ റേഷൻ ഷാപ്പിൽ അത് മേമാക്ക തരും. പിന്നെ മരുന്ന് അത് അപ്പുറത്തെ അനിൽ ഡോക്ടർ തരും. പിന്നെ പാലം തോടും അത് അപ്പുറത്തെ പിന്നെ അബോക്കർ എഞ്ചിനീയർ തരും. ഇതൊക്കെ നാട്ടിൽ അള്ളാന്റെ ആവശ്യമില്ലാതെ തന്നെ നടക്കുന്നതാണ്. പിന്നെ ആകെ നടക്കാത്ത സംഗതി എന്താ വെച്ചാൽ ബാപ്പാനെ കബർക്കണ വെച്ച് കല്ല് വെച്ച് പോന്നാ പിന്നെ അവിടെ എന്താന്നുള്ളത് വഹാബിയക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് ബന്ധപ്പെട്ടത് മാത്രമാണ് പടച്ചോൻ. ദുന്യാവിന്റെതൊക്കെ മൗലവിമാര് വഹാബി ഓഫീസിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ. ഡോക്ടർക്ക് മരുന്ന്, എഞ്ചിനീയർക്ക് പാലം തോടും ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രമല്ല, നോക്ക് നിങ്ങൾ, ഇനിയും അള്ളാഹുവിൽ അവർ കൈവെക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്. വരാൻ പോകുന്ന കാര്യവും വന്നു കഴിഞ്ഞ കാര്യവും എല്ലാം അല്ലാഹു അറിയുന്നു. ആ അറിയുന്ന അല്ലാഹു പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ കൈമാറിയ ആശയങ്ങളിൽ പ്രപഞ്ച ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ പ്രതിഭാസങ്ങളുടെയും ആധികാരികമായ വിശകലനങ്ങളും ആ വിശകലനങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിൽ അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ഹിജ്റ 3 നൂറ്റാണ്ടിലെ മഹാമനീഷികളായ മദ്ഹബിന്റെ 4 ഇമാമുമാർ ലോകത്ത് പിന്നീട് വരാൻ പോകുന്ന ശാസ്ത്രീയമായ അത്ഭുത പ്രതിഭാസങ്ങളിൽ രൂപം കൊള്ളുന്ന അത്ഭുതങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ നിലപാടുകൾ എങ്ങനെയെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾ വായിച്ചെടുത്തുകൊണ്ട് വിശകലനങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം വന്ന പണ്ഡിതന്മാർ ആരും ഇനിയൊരു ഖുർആൻ വിശകലനം സ്വന്തമായി നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. നമ്മളെക്കാളും അതെല്ലാം അറിയുന്നത് ലോകത്ത് വരാൻ പോകുന്ന ആഖിറു സമാനിൽ ലോകം പര്യവസാനിക്കുന്നതിനിടയിൽ ഈ ലോകത്ത് എന്തൊക്കെ വരുമോ ആ സംഭവിക്കുന്ന കാര്യങ്ങളുമായി ഇസ്ലാമിന്റെ നിലപാടെന്ത്, ഖുർആനിന്റെ നിലപാട് എന്ത്? പഠനത്തിലൂടെ മാത്രമല്ലാതെ അള്ളാഹുവിൽ നിന്ന് അപാരമായി കിട്ടിയ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ കഴിവിലൂടെ നൽകപ്പെട്ട വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കാനും വിശകലനം ചെയ്യുവാനും വലിയ തൗഫീഖ് കൊടുത്ത മദ്ഹബിന്റെ 4 ഇമാമുമാർ വരാൻ പോകുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു ഉൾപ്പെടെ ക്ലോണിംഗ് ഉൾപ്പെടെ എന്തൊക്കെ അത്ഭുതങ്ങൾ ലോകത്തുണ്ടാകുമോ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ വിശകലനങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ലോകത്തെ ഒരു ഹദീസിന്റെ ഗ്രന്ഥം ഗ്രന്ഥീകൃതമായി കൈമാറിയ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഖുർആൻ സ്വന്തമായി വിശകലനം ചെയ്തുകൊണ്ട് 4 മദ്ഹബിന്റെ പുറമെ 5ാമത്തെ ഒരു മദ്ഹബ് ഉണ്ടാക്കാഞ്ഞത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഖുർആൻ കോടി 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം 5ാമത്തെ ഒരു മദ്ഹബ് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ പേരിൽ അറിയപ്പെടാത്ത അവരെല്ലാം ഹിജ്റ 3 നൂറ്റാണ്ടിലെ മഹാരഥന്മാരായ ഇമാമുമാരെ സ്വീകരിച്ചു. എല്ലാം ഖുർആനിലുണ്ട്. പക്ഷേ മൗലവിമാര് പറയുന്നത് അല്ലാഹ് ഖുർആനിൽ ചിലതൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അല്ലാഹ് പറയാൻ വിട്ടുപോയത് കൊണ്ട് ഇമാമിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനിയും ഒരു ഗവേഷണം വേണം എന്നോടത്താണ് മൗലവിമാർ. അങ്ങനെ ഗവേഷണം ചെയ്തിട്ടാണ് മൗലവിമാർ എന്തു പറഞ്ഞത്? അത്രേ സ്ത്രീധനം ഹറാമാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് എന്നാണ്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലില്ല. എന്തേ ഖുർആനിൽ ഇല്ലാഞ്ഞത്? ഇങ്ങനൊരു സമ്പ്രദായം പിൽക്കാലത്ത് വരുമെന്ന് അള്ളാഹ്ക്ക് അറിയില്ല. അറിയെങ്കിലല്ലേ അത് പറയുള്ളൂ. പറഞ്ഞിക്കണമെങ്കിലല്ലേ ഇമാമിയക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു മൗലവിമാര് വീണ്ടും ഒരു ഇജ്തിഹാദ് വേണമെന്ന് പറയാനുള്ള കാരണം. സക്കരിയ സലാഹി പറയുന്നത് ഇത്രയാണ്. അദ്ദേഹത്തോട് സ്ത്രീധനം ഹറാമാണ് എന്ന് വാചാലമായി പ്രസംഗിച്ചപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, വഹാബികളെന്നീകാരൻ ചോദിച്ചത് എന്താ ചോദിച്ചത്? സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? വഹാബിയാക്ക് പിന്നെ ഏതും തിരുരങ്ങാടി കൂടെ 10 മണിക്ക് പോണ ബസ് ഏതാന്ന് ചോദിച്ചാൽ ഖുർആനിലുണ്ടോന്നാ ചോദിക്കുക. എല്ലാം വേണം. അങ്ങനെയാണ് വഹാബികളെ. എന്നാൽ വഹാബികൾ എന്ത് തോന്നിയാസം ചെയ്താലും അത് ഖുർആനിലല്ല മാപ്പിളജാതി തന്നെ വേണമെന്നില്ല. അതാണ് വഹാബിയുടെ ആശയം. അങ്ങനെ മൗലവിയോട് ചോദിച്ചു, സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? അപ്പം മൗലവിന്റെ മറുപടി, ഖുർആൻ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലില്ല. കാരണം ഇങ്ങനൊരു ഏർപ്പാടുണ്ടാകുമെന്ന് അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് അള്ളാഹ് പറഞ്ഞിട്ടില്ല എന്നാണ്.
പിന്നെ മൗലവിമാര് കൂട്ടിച്ചേർത്തതാണ് ഏത് സ്ത്രീധനം ഹറാമാണ് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ന്യായീകരണങ്ങളുണ്ട്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ? എന്നാണ് ഹറാമാണെന്ന് ഹദീസ് ഖുർആനിൽ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. ഇങ്ങനൊരു സംഗതി ഉണ്ടാകുന്ന നേരത്തെ അള്ളാഹ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്തില്ല, സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലില്ല. ഖുർആനിലില്ലാത്തതുകൊണ്ട് ഇമാമിയൊക്കെ അത് കിട്ടിയതുമില്ല. അപ്പൊ മൗലവിമാരെ വക പടച്ചോനെ പേടികൊണ്ട് കുറച്ച് കൂട്ടിച്ചേർത്ത് കൊടുത്തു ഖുർആനിൽ എന്ത് സ്ത്രീധനം ഹറാമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം ആലോചിക്കുന്ന ചെറുപ്പക്കാരന് തന്റെ മകൾ, ആ മകൾക്ക് താൻ മരിച്ചാൽ തന്റെ സമ്പത്തിൽ നിന്ന് ആണിന് കൊടുക്കുന്നതിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഹയാത്ത് കാലത്ത് തന്റെ പെൺകുട്ടിയുടെ സംരക്ഷണം ചുമതല ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ എന്തെങ്കിലും സന്തോഷത്തിന് വെച്ചുകൊടുത്താൽ അത് ഹറാമാണ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇസ്ലാമിലില്ല. അതേസമയത്ത് കച്ചവട കമ്പോളങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കന്നുകാലികളെ വില പറയുന്നത് പോലെ മുസ്ലിം ചെറുപ്പക്കാരന് വില പറയുന്നതിന്റെ വകുപ്പ് മറ്റൊന്നാണ്. ഇവിടെ അത്തരം പിടിച്ചുപറയുടെ സ്വരമല്ല ഇത്. എന്നാ വഹാബികൾ എന്ത് ചെയ്തു? സ്ത്രീധനം ഹറാമാണ് എന്ന് വന്ന് കവലകളിൽ വാചാലാവും. സത്യത്തിൽ എന്താന്ന് ചോദിച്ചാല് അതൊരു പുറംപൂച്ച് മാത്രമാണ്. ഇടവണ്ണയാണ് സാധുവായ ഞാൻ ജോലി ചെയ്യുന്നത്. ഇടവണ്ണ ബ്രോക്കർമാര് പറയും, മൂലരെ നിങ്ങള് അങ്ങനെ വഹാബികൾ സ്ത്രീധനം വാങ്ങൂലെന്നൊന്നും കരുതണ്ട, മുന്നിൽ കൂടെ വാങ്ങൂലെന്നുള്ളൂ, പിന്നാമ്പുറത്ത് കൂടെ വാങ്ങലുണ്ട്. ഇടയ്ക്ക് നല്ല സംഖ്യ എല്ലാവരും കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ചിലപ്പോ ഇങ്ങനത്തെ പരിപാടി ഒന്നുമോ നിൽക്കൂലല്ലോ, ഒന്നുമ്പോ തന്നെ കടം കുടുങ്ങിയാൽ പിന്നെ കുറച്ച് വിഷമാണ്. അതുകൊണ്ട് നല്ല സംഖ്യ, ഏറ്റവും വലിയ ജിഹാദ് ഇന്നത്തെ കാലത്ത് ഇതാണ്. നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. അല്പം ബാക്കി വന്ന അടുത്ത പരിപാടിക്ക് നേരത്തെ എന്നെ വിളിക്കാൻ ഓൽക്കൊരു സന്തോഷമുണ്ടാവും. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ സ്ത്രീധനത്തിനെതിരെ വാചാലമാകുന്ന മൗലവിമാർ എല്ലാ വാചക കസരത്തുകളിലും കാപഢ്യം പ്രകടിപ്പിക്കുന്നത് പോലെ ഈ വിഷയത്തിലും കാപഢ്യമാണ് പ്രകടിപ്പിക്കാറുള്ളത്. കാരണം ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി പറയണം, ഇവൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കണോലാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ വീട്ടിൽ ബാക്കിയാകാൻ പാടില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് സംഗതി? സ്ത്രീധനത്തിനെതിരെ പ്രസംഗിക്കുന്നു, പക്ഷേ മൗലവിമാര് മുജാഹിദ് ചെറുപ്പക്കാര് സ്ത്രീധനം വാങ്ങാതെ കല്യാണമൊക്കെ കഴിക്കാറുണ്ട്. എവിടുന്നാ കഴിക്കാറുള്ളത്? ഈ രാജ്യത്തെ സാധുവായൊരു മുസ്ലിം പെൺകുട്ടിയെ സ്ത്രീധനരഹിത കല്യാണത്തിലൂടെ കൊണ്ടുപോകല്ല. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ശരീരം മൂടുന്നത് വരെ സ്വർണം കൊടുക്കുന്ന തറവാടുണ്ടെങ്കിൽ അവിടുന്ന് കല്യാണം കഴിക്കാറുണ്ട്, കാശ് വാങ്ങാറില്ല. കാരണം 1 ലക്ഷം വാങ്ങണതിനേക്കാളും നല്ലൊരു 2 പവൻ കൂട്ടി വാങ്ങല. അത് നല്ല ബുദ്ധിയാണ്. പിന്നെ അത്യാവശ്യം അർജന്റായ കാശിനും സ്വർണത്തിനൊന്നും ആവശ്യമില്ലെങ്കിൽ ബാപ്പ മരിച്ചാല് മുതൽ ഒരു വെക്കുമ്പോ ഒരു 10 ഏക്കറ പെണ്ണുങ്ങളെ പേര് കിട്ടാണ്ടോ നോക്കലുണ്ട്. അങ്ങനത്തെ തറവാട്ടൊന്നും കെട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ വഹാബി തറവാടുകളിലെ സാധുക്കളായ മുസ്ലിം പെൺകുട്ടികളൊക്കെ ബാക്കിയാന്നാ ഹുസൈൻ സലഫി പറയുന്നത്. എന്തേ ബാക്കിയാകാൻ കാരണം? നല്ല വിവരവും ഭക്തിയുമുള്ള പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വീടുകളിൽ ബാക്കിയാകാണ്. മുസ്ലിം മുജാഹിദ് ചെറുപ്പക്കാര് അത്തരം സാധുക്കളായ കുട്ടികളെ സ്ത്രീധനം വാങ്ങാതെ കെട്ടാൻ തയ്യാറാകാത്തത് കൊണ്ടുവന്ന. പിന്നെ ആ കുട്ടികൾ ചെലവാകുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയോ? അത് ഖുറാഫികളായ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ വന്ന് കെട്ടാണ്. അപ്പൊ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾ സ്ത്രീധനം വാങ്ങാതെ കെട്ടിക്കൊണ്ടുപോണത് ആരാ? വഹാബികൾ പറയുന്ന ഖുറാഫികളായ സുന്നി കുടുംബത്തിൽ. നമ്മളാരും പോകലില്ല. ഇനി ഏതെങ്കിലും സുന്നിയാൾ പോകലുണ്ടോ എന്ന് നമുക്കറിയില്ല. മൗലവി പറയുന്നത് എന്തായാലും വഹാബികൾ സ്ത്രീധനം വാങ്ങാതെ കെട്ടാറുണ്ട്. അത് വേറെ നിലക്ക് കിട്ടുന്നിടത്തുനിന്നാണ്. സാധുക്കളായ പെൺകുട്ടികളെ സ്ത്രീധനം വാങ്ങാതെ കെട്ടാത്തതുകൊണ്ട് മുജാഹിദ് കുടുംബത്തിലെ സാധു പെൺകുട്ടികളൊക്കെ ബാക്കിയാണ് എന്നാ മൗലവി പറയുന്നത്. മുജാഹിദ് പെൺകുട്ടികൾ വിവാഹിതരാകാതെ വീടുകളിൽ ഇരിക്കുകയാണ്. അറിവുള്ള, പ്രാപ്തിയുള്ള, സൗന്ദര്യമുള്ള പെൺകുട്ടികൾ പണമില്ല എന്നവരൊറ്റ കാരണത്താൽ അവരെ വിവാഹം കഴിക്കാൻ മുജാഹിദ് സമ്പന്നരുടെ മക്കൾ തയ്യാറാവാത്തത് കൊണ്ട്, മുജാഹിദുകളുടെ ആളുകൾ തയ്യാറാവാത്തത് കൊണ്ട് ഈ മക്കളെ പിന്നെ കെട്ടിച്ചു കൊടുക്കാൻ ഗതികേട് കൊണ്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുബൂരിയുടെ ആളുകളുടെ പിന്നാലെ. അതും അപ്പൊ ഖുറാഫികള് കെട്ടിക്കൊണ്ടുപോണത് സ്ത്രീധനം കൊടുക്കാതെയായിരിക്കാം. അതുകൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണത്. കെട്ടിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ കുട്ടിയാക്കാൻ തന്നെ കെട്ടിച്ചു കൊടുത്താൽ പോരെ. അപ്പൊ സത്യത്തിൽ ആരെങ്കിലും സ്ത്രീധനം വാങ്ങാതെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് സുന്നികളാണ്.
എന്നിട്ട് സ്ത്രീധനത്തിനെതിരെ വാഴ്ന്നു പറഞ്ഞു ആളുകളുടെ കയ്യടി നേടി ആ കയ്യടിക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ വങ്കത്വങ്ങൾ കൂട്ടിച്ചേർത്ത് അള്ളാഹുവിന് വരാൻ പോണ കാര്യങ്ങൾ അറിയില്ല എന്ന് അള്ളാന്റെ മേത്ത് കൈവെക്കുകയും ചെയ്യുകയാണ് കേരള വഹാബികൾ. അപ്പോ വേറൊരു തമാശ താരങ്ങള് കെട്ടിക്കൊണ്ടോണത് സ്ത്രീധനം വാങ്ങാതെ സുന്യാൾ തന്നെ. ഇനി വഹാബികളുടെ സ്വഭാവം എന്താ? സ്ത്രീധനം കിട്ടാൻ വേണ്ടി കെട്ടും, സ്ത്രീധനം കിട്ടാൻ വേണ്ടി പോയി പെണ്ണിട്ട. അത് സക്കരിയ സ്വലാഹി എന്നെ പറയുന്നുണ്ട്, സ്ത്രീധനത്തിന് വേണ്ടി ചില ആളുകൾ പോയി കല്യാണം കഴിക്കും സുന്നിത്തറവാട്ടത്തിൽ. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉണ്ടാവും. കുട്ടിക്ക് വല്ല ചീരാപ്പോ പനിയോ വന്നാല് പെണ്ണുങ്ങളിങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങും. മനുഷ്യ നിങ്ങളെ മുജാഹിദും പറഞ്ഞു നിന്നാലേ കുട്ടി ജീവൻ പോവും, അതുകൊണ്ട് എവിടെയെങ്കിലും തകിടുണ്ടോ പോയി നോക്കിക്കോളൂന്നേ. അങ്ങനെ ആങ്ങളാരെ കൂട്ടി പെണ്ണുങ്ങളെ മൂലയന്മാരെ അടുത്തേക്ക് ചികിത്സക്ക് വിടുന്ന മുജാഹിദുകളെ പോയത്താണ് സക്കരിയ സ്വലാഹി പറയുന്നത്. ഘട്ടങ്ങളിൽ പിശാച് നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരുകാലി പിശാചിക്കണം വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്ത കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം അധികം മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. ഓളെ നിങ്ങളെ തലയണമെന്തം മനസ്സില നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യട്ടോ. ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ് നെജ്ജും എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയില് മുണ്ടിട്ടിട്ട് മെല്ലെ പോവുക. കണ്ടോ? ഓ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. പര നന്നായത് മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ? എത്ര എത്ര ആളുകളുണ്ട് എന്നറിയോ? ആ ആൾക്കാരെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളാരങ്ങൾക്കറിയോ? മൗലവി തന്നെയാണ്. ഞാൻ വെറുതെ പറയല്ല. ഇയാൾക്ക് ആദ്യം പെണ്ണെട്ടിയപ്പോ വഹാബി തറവാട്ടിൽ തന്നെയാണോ തോന്നുന്നത്? എന്റെ നാട്ടിൽ നിന്നാണ്. രണ്ടാമതൊന്ന് കിട്ടിയത് എവിടുന്ന് അറിയണില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സുന്നി കുടുംബത്തിൽ നിന്നാണ്. വല്ല പൈസക്കും കുടുങ്ങിയപ്പോ പോയി കെട്ടിയതാവാം, അറിയില്ല. പക്ഷെ സാഹചര്യം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്തുകൊണ്ട്? മൗലവി ആദ്യം പറഞ്ഞത് കുട്ടികൾക്ക് സോക്കടായ മന്ത്രിച്ചുതാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് മന്ത്രിച്ചൂത്തിനെ കളിയാക്കാണ്. രോഗം വന്ന അരിക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബിഇദ്നില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് വന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും. അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ ഇതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെരങ്ങും പലകും വരിക, അലിഫ് ലാമ് അലിഫ് റാവ് എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മണിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുരിപ്പിടിച്ചാലും അതന്നെ, വയറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അതന്നെ, കാളവൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർജ്ജമരത്തുമ്പോ കയറുന്ന ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അതന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയാനാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഇയാളെ ഭാഷയിൽ ഇപ്പൊ അയാളെ വിളിക്കേണ്ടി ഇരിക്കാലിപ്പോത്ത്. കാരണം ഒരു പോത്തിന്റെ അരിയില കൗത്തില കയറട്ടിൽ തന്നെ ഇപ്പോഴൊന്നും അറിയില്ല, ചന്തി പോയ വിവരം. ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഇയാളിപ്പോ പറയുന്നത് എന്താണ്? മന്ത്രിക്കാൻ പോണ്ടാന്നാണ്. നേരത്തെ അയാൾ പറഞ്ഞു സ്ത്രീധനം വാങ്ങാൻ വേണ്ടി സൗകര്യത്തിന് എവിടെയോ പോയി കെട്ടും, കെട്ടിയിട്ട് കുടുങ്ങിയാ പോകുന്ന അയാൾ പറഞ്ഞല്ലോ. അയാൾ പോകാൻ തുടങ്ങി. ഇപ്പൊ അയാൾ നമ്മളെ മേത്തിക്കെടുക്കാണ്. അയാൾ ചോദിക്ക കുട്ടി അന്തിക്കണോണമേ, എന്നിട്ട് പേരും കരച്ചിലേ. അപ്പൊ ആ കുട്ടിനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ആയത്തിൽ കുറിച്ച് ഊതി കൊടുത്താൽ അത് ഖുറാബാത്താണോ എന്ന് നമ്മളോടാ ചോദിക്കണേ. പഠിക്കുമ്പോൾ നമുക്ക് തഖ്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണത്. സുബഹി നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും, അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ? കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബഹിക്കും ശേഷം 3 തവണ ഓതണം.
ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പഠിച്ചത് അത് എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസിന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അള്ളാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. പക്ഷേ അത് കെട്ടിയപ്പോ കിട്ടിയ ഇൽമ ആലോചിക്കൂ. നിങ്ങള് കെട്ടുമ്പോണ്ടാണ് മാറ്റം. കെട്ടിയത് ശ്രീധനത്തിനാണെങ്കിലും കെട്ടിയപ്പോ കൊണണ്ട് എന്ന് കരുതി നമ്മളാരും അതിനേക്ക് കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കും വേണ്ട. സഹോദരന്മാരെ ആലോചിക്കൂ നിങ്ങൾ. ഇവിടെ അങ്ങനെ ഒരുപാട് മസലുണ്ട്. സൗകര്യത്തിനനുസരിച്ചൊക്കെ പറയലാ മൗലവിമാര്. പഠിക്കുന്തോറും തെക്കുവ കൂടുന്ന മൗലവി പറയുന്നത്. പക്ഷെ പഠിച്ചത് ആരേക്കെന്നായിപ്പോയി, കെട്ടിയോളേക്കെന്നായിപ്പോയി. അതേ സമയത്ത് ഞങ്ങൾക്ക് മതം കിട്ടിയത് ആദരണീയരായ ആലിമീങ്ങളിൽ നിന്നാണ്. ആ ആലിമീങ്ങൾക്ക് മതം കിട്ടിയത് മഹാന്മാരായ ഇമാമുമാരിൽ നിന്നാണ്. ആ ഇമാമുമാർക്ക് മതം കിട്ടിയത് മഹാന്മാരായ സഹാബിമാരിൽ നിന്നാണ്. ആ സഹാബിമാർക്ക് മതം കിട്ടിയത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. അതാണ് ഞങ്ങളുടെ മതം. ആ മതത്തിലെവിടെയും ഫാൾട്ട് സംഭവിച്ചിട്ടില്ല. ആ മതത്തിലെവിടെയും വൈരുദ്ധ്യം വന്നിട്ടില്ല. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഏത് അല്ലാഹുവിലാണോ വിശ്വസിച്ചത് ആ അല്ലാഹുവിലാണ് മഹാന്മാരായ ഇമാമുമാര് വിശ്വസിച്ചത്. മഹാനായ മമ്പുറമ്പങ്ങളെ വിശ്വസിച്ചതിൽ അതിലാണ്. മഹാന്മാരായ ഇമാമുമാര് വടക്കൽ മുല്ലക്കോയത്തങ്ങളും വിശ്വസിച്ചത് അതിലാണ്. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെ വിശ്വസിച്ചത് അതിലാണ്. മഹാനായ ശംസുൽ മുസ്ലിയാര് വിശ്വസിച്ചത് അതിലാണ്. മഹാനായ കണ്ണീത്ത് ഉസ്താദ് വിശ്വസിച്ചത് അതിലാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കമ്പവരും ഉസ്താദും താരുലമൗലാളത്ത് പാപ്പയും വിശ്വസിച്ചത് ആ അല്ലാഹുവിൽ തന്നെയാണ്. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്നു മൗലവിമാരെ, നിങ്ങൾക്ക് കൊല്ലത്തിനനുസരിച്ച് അല്ല മാറാറില്ലേ? കൊല്ലത്തിനനുസരിച്ച് കുഫറും തൗഹീദും മാറാറില്ലേ? ഇതിന് തൗഹീദ് വിശ്വസിച്ച അള്ളയാണോ നിങ്ങളുടെ അള്ള? കെ.എം. മൗലവി വിശ്വസിച്ച അള്ളയാണോ ഇതിന് തൗഹീദ് അള്ള? ഇതിന് കെ.എം. മൗലവി വിശ്വസിച്ച അള്ളയാണോ ഇവിടെ പ്രസംഗിച്ച മൗലവിമാരുടെ അള്ള? ഏതാണ് കാഫിർ, ഏതാണ് മുവഹിദ് എന്ന് പറയാൻ നിങ്ങളാണ് ബാധ്യസ്ഥര്. ആദ്യം അവനാന്റെ കൂട്ടത്തിലുള്ള ജാതി ഒന്ന് തീരുമാനാക്കി തേരി. അവനാന്റെ കൂട്ടത്തിലുള്ള ജാതി ആദ്യം തീരുമാനാക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മുസ്ലിംകളെ, ഇതൊരു ചതിയാണ്. ഇതൊരു ചതിയാണ്. ഇസ്ലാമിനെ ഇതര മതങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന തനതായ ആശയമാണ് തൗഹീദ്. ആ തൗഹീദിനോളം സുന്ദരമായ, ആ തൗഹീദിനോളം കൃത്യമായ, ആ തൗഹീദിനോളം ഒരു സമൂഹത്തെ പാകപ്പെടുത്തുവാനും സംസ്കരിക്കുവാനും സമുദ്രാക്കുവാനും സാധ്യമാകുന്ന രാഷ്ട്രീയം വേറെയില്ല. ആ തൗഹീദ് മറ്റുള്ള ചിന്തകളിൽ നിന്നും മതപരവും ആശയപരമായ രീതിയിൽ വേറിട്ട് നിൽക്കുന്നതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. മുസ്ലിം സമുദായം ഏത് വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും, ഏത് വിഷയത്തിൽ പൊരുത്തം കൊടുത്താലും തൗഹീദിന്റെ വിഷയത്തിൽ ഒരു അണുകളെ വ്യതിചലിക്കുവാൻ സമുദായത്തിനാവില്ല. ശിർക്കുമായി ഒരിഞ്ച് സമരസപ്പെട്ടു പോകാൻ, ശിർക്കുമായി ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ഈ സമുദായത്തിന് കഴിയില്ല. അതേസമയത്ത് വഹാബികൾ കവലകളിൽ വന്ന് കുഫറിന്റെ കലഹം കൂട്ടി ആ കലഹങ്ങളിലൂടെ നമ്മളറിയാതെ നമ്മെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? ശിർക്കിന്റെ ഗൗരവം കുറക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അവർ മായം ചെയ്തു. ആ മായം ചേർക്കലിലൂടെ അവർ ചെയ്ത പണി എന്താണ്? അവർ അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കേവല
പകരം മക്ക ഖുറൈശികൾ വിശ്വസിച്ച പരാശ്രയത്വമുള്ള സൃഷ്ടിചരാചരങ്ങളോട് സാദൃശ്യമുള്ള ദൈവവിശ്വാസങ്ങളിലേക്ക് അവർ സമുദായത്തെ കൊണ്ടുപോയി. മക്ക മുശ്രിക്കുകൾ ഏതൊരു ദൈവസങ്കല്പമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ദൈവിക സങ്കല്പങ്ങളിലേക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ സമുദായത്തെ കൊണ്ടുപോവുകയാണ് കേരള വഹാബികൾ. എന്ന് മാത്രമല്ല, വഹാബികൾ അത് പറയുന്നുമുണ്ട്. ഹുസൈൻ സലഫി പറയുന്നത്, ഞങ്ങൾ ഏത് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ അത് അബൂജഹൽ വിശ്വസിച്ച അള്ള തന്നെയാണ് എന്ന. അബൂജഹൽ വിശ്വസിച്ച അള്ളയാണ്, അബൂജഹലിന്റെ ദൈവവിശ്വാസമാണ് ഞങ്ങളുടെ ദൈവവിശ്വാസമെന്ന് മൗലവിമാര് പച്ചയായി പറയുകയാണ്. അങ്ങനെ അള്ളാന്റെ അബൂജഹലിന്റെ പോരിച്ചങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മമ്പറം തങ്ങളാണ്ട് പുറത്തു പോകും, അബൂജഹലാണ്ട് ഉള്ളിൽ കയറും. ആ ആത്മാർത്ഥതയിലാണ് അബൂജഹലിന്റെ മധുവ് പറഞ്ഞ് അബൂജഹൽ നിസ്കരിച്ചു, നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു, ഒളിയത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവസാനം ടോട്ടലായി മൗലവി പറഞ്ഞു, അബൂജഹൽ വിശ്വസിച്ച പഠിച്ചവൻ ഏതാണോ അത് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്ന പഠിച്ചവൻ. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. കേരള വഹാബികൾ ഈ സമുദായത്തെ ക്ഷണിക്കുന്നത് ഏത് പഠിച്ചുകൊണ്ടെടുത്തിട്ടാണ് അറിയുന്നത്? അബൂജഹലിന്റെ പഠിച്ചുകൊണ്ടെടുത്തിട്ട്. ആരായിരുന്നു അബൂജഹലിന്റെ പഠിച്ചവൻ? വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളത്തിൽ ഉൾപ്പെടെ കൈകളിലും കാലുകളിലും ഇരിപ്പിടങ്ങളിലും ആകർഷയാക്കപ്പെട്ട ആ ഇരിപ്പിടങ്ങളിൽ കൊടിയിരുത്തപ്പെട്ട മനുഷ്യ സാദൃശ്യങ്ങളും സമാനതകളുമുള്ള മനുഷ്യരൂപങ്ങളായിരുന്നു അബൂജഹലിന്റെ ദൈവം. അബൂജഹലിന്റേത് അമ്പലത്തിലാണ്, മൗലവിമാരുടേത് മനസ്സിലാണ് എന്ന് മാത്രം. രണ്ടും സംഗതി ഒന്നാണ് എന്നാണ് മൗലവി പറയുന്നത്. അബൂജഹൽ വിശ്വസിച്ച പഠിച്ചവൻ അബൂജഹലിന്റെ കൈകളെ കൊണ്ട് അമ്പലത്തിൽ കൊത്തിയുണ്ടാക്കി. മൗലവിമാർ വിശ്വസിച്ച പഠിച്ചവൻ കൽബിൽ രൂപപ്പെടുത്തുകയും വായ കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ എന്റെ സമുദായമേ, ആയത്തുകൾ ഓതിയിട്ടാണ് അബൂജഹലിന്റെ മധു പറയുന്നത്, ആയത്തുകൾ ഓതിയിട്ടാണ് അബൂജഹലിനെ വെള്ള വീശുന്നത്, ആയത്തുകൾ ഓതിയിട്ടാണ് അബൂജഹലിന്റെ പടച്ചവനെ മുസ്ലിങ്ങളുടെ പടച്ചവനുമായി സാദൃശ്യപ്പെടുത്തുന്നത്. എത്രയാണ് ഇതിന്റെ ഗൗരവമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വഞ്ചിക്കപ്പെട്ടു പോകണ്ട, ചതിയിൽപ്പെട്ടു പോകണ്ട, ആഖിറം നഷ്ടപ്പെടുത്തിക്കളയണ്ട. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ആ കാര്യം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യവും സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ നബിയേ, അവിടുന്ന് പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അബൂജഹലുമാരേ, ഓ കുബത്തുമാരേ, സൈബത്തുമാരേ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങളേത് പടച്ചവനാണോ ആരാധിക്കുന്നത് അത് കാലുകളും കൈകളും കണ്ണുകളും കൊടുത്ത് ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുപോയ രൂപഭാവങ്ങളുള്ള മനുഷ്യരൂപങ്ങളാ. എന്റെ ആരാധന അത്തരം ദൈവങ്ങൾക്കുള്ളതല്ല. ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരൂപത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ദൈവിക വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നില്ല. അവിടെ നിർത്തിയില്ല പരിശുദ്ധ ഖുർആൻ. വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല. മനുഷ്യരൂപത്തിലുള്ള ദൈവവിശ്വാസം ഹൃദയത്തിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നിരാശ്രയനായ അല്ലാഹ്, ഏകനായ അല്ലാഹ്, എല്ലാം കാണുന്ന അല്ലാഹ്, വരാൻ പോകുന്നതറിയുന്ന അല്ലാഹ്, എല്ലാ ഭാഷകളും ആശ്രയിക്കാതെ തന്നെ കൽബിന്റെ അകത്തളത്തിലുള്ള സ്വകാര്യത അറിയുന്ന അല്ലാഹ്, ആ
അള്ളാഹുവിൽ വിശ്വസിക്കാതെ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയില്ല. ലക്കും ദീനുക്കും വലിയ നിങ്ങൾ അള്ള വേറെയാണ്, നിങ്ങളുടെ ദൈവസങ്കല്പങ്ങൾ വേറെയാണ്, എന്റെ അള്ളാഹു വേറെയാ. എന്റെ നിസ്കാരങ്ങളും നോമ്പുകളും ഹജ്ജുകളും എന്റെ ദാനധർമ്മങ്ങളും ബലിദാനങ്ങളും ഇതെല്ലാം എന്റെ അള്ളാഹുവിനുള്ളതാണ്. അതിന്റെ നെയ്യത്ത് വേറെയാണ്, അതിന്റെ സ്വഭാവം വേറെയാണ്, അതിന്റെ ലക്ഷ്യം വേറെയാണ്, അതിന്റെ രൂപം വേറെയാണ്. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന അത് മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ്. അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല, അത് അള്ളാഹുവുമായി ബന്ധമുള്ളതല്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ചെറിയ സൂറ ഇമാമുകളെ മിഹ്റാബിൽ ഓടുന്നത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അബൂജഹലിന്റെ റബ്ബിനെ വിശ്വസിക്കാൻ പോകണോ? അബൂജഹലിന്റെ റബ്ബിനെ അംഗീകരിക്കാൻ പോകണോ? വലിച്ചെറിഞ്ഞോ മൗലവിമാര്, വലിച്ചെറിഞ്ഞോ അബൂജഹലിന്റെ അള്ളാഹുവിന്, മടങ്ങിക്കോ അള്ളാഹുവിലേക്ക്, തിരിച്ചു പോന്നോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എത്ര സ്പഷ്ടമാണ്. അല്ലാഹു എത്രത്തോളം ദുരദൃഷ്ടിയോടുകൂടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ആ ആയത്തിന് സക്കരിയാസലായി തന്നെ അർത്ഥം വെക്കുന്നത് നോക്കൂ. പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല. വലാ അന ആബിദു മാ അബത്തും, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. എന്റെ നമസ്കാരം വേറെയാണ്, നിങ്ങളുടെ കാട്ടുകൂട്ടൽ വേറെയാണ്. എന്റെ അള്ളാഹു വേറെയാണ്, നിങ്ങളുടെ മനുഷ്യരൂപങ്ങൾ വേറെയാണ്. എന്നാൽ മുജാഹിദുകളുടെ പടച്ചോനെ കേട്ടോ, ഇപ്പറഞ്ഞത് മുസ്ലിങ്ങളെ പടച്ചോനാണ്. മുജാഹിദിന്റെ പടച്ചോനെ ഒന്ന് കൂടി കേട്ടോളൂ. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് മനസ്സുകൾ വിമോചിപ്പിച്ചെടുത്ത് ലോകത്തിന് പ്രകാശം പരത്തുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയ വിശ്വാസികൾ, ആ വിശ്വാസികൾ ലോകത്ത് പ്രസരണം ചെയ്യപ്പെട്ട പരിശുദ്ധ തൗഹീദ് നൂറ്റാണ്ടുകളായി കണ്ണികളായി ചങ്ങലമുറിയാത്ത പാരമ്പര്യ വഴികളിലൂടെ കൈമാറപ്പെട്ട പരിശുദ്ധ തൗഹീദ്, ആ തൗഹീദിനെ വികലപ്പെടുത്തി, ആ തൗഹീദിനെ ഏകദൈവ വിശ്വാസത്തെ ഇതര മതങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അത്യുജ്വലമായത് അല്ലാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തി ഇസ്ലാമിലുള്ള വിശ്വാസം അതൊരു സർവമത സത്യവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കളികളാണിത്. അല്ലാഹുവിനെ അബൂജഹലിന്റെ പടച്ചവനോടും ബഹുദൈവ വിശ്വാസികളുടെ ദൈവരൂപങ്ങളോടും സാദൃശ്യപ്പെടുത്തി എന്ന് മാത്രമല്ല, വഹാബികൾ പിന്നീട് ചെയ്ത പണി എന്താണ്, അല്ലെങ്കിൽ അതിന്റെയും മുമ്പോ അതോടനുബന്ധിച്ചോ ചെയ്ത പണി എന്താണ്? തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിൽ അകലം കുറക്കുക എന്നതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് എന്ന് പറയുന്നത് തൗഹീദുമായി ഒരിക്കലും ബന്ധപ്പെടാത്ത സംഗതിയാണ്. തൗഹീദും ശിർക്കും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാറില്ല, തൗഹീദും ശിർക്കും ഒരു മതക്കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടാറില്ല, മുസ്ലിം സമുദായത്തിന്റെ മതമെന്ന നിലക്ക് ഒരുമിച്ച് കൂടാറില്ല. ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ ശിർക്കിന്റെ കടുകുമണി പോലും വെച്ച് ഉറപ്പിക്കില്ല. മാത്രമല്ല, ശിർക്ക് കടുകുമണിയോളം കൽബിലുള്ള മനുഷ്യനെ ഇസ്ലാമിന്റെ വൃത്താന്തത്തിൽ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ സമുദായത്തിന് കഴിയില്ല. അല്ലാഹുവിന്റെയും നിലപാട് അത് തന്നെയാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും പറഞ്ഞത്, നബിയേ, അങ്ങയുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് വന്നാൽ അല്ലാഹു അങ്ങയുടെ നിസ്കാരം സ്വീകരിക്കില്ല, അങ്ങയുടെ നോമ്പ് സ്വീകരിക്കില്ല. ശിർക്ക് കടുകുമണിയോളം കൽബിലുള്ള മനുഷ്യന് അല്ലാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ശിർക്കുള്ള മനുഷ്യൻ മുസ്ലിം പള്ളിയിൽ ആരാധനയ്ക്ക് ഇമാമത്ത് നിൽക്കില്ല. ഒരു ശിർക്കുള്ള ഒരു ശിർക്കുള്ള മനുഷ്യന് ഒരിക്കലും മുസ്ലിം പള്ളിയിൽ മഅ്മൂമായി നിൽക്കില്ല. ഒരു ശിർക്കുള്ള മനുഷ്യനുമായി ഒരു മുസ്ലിമിന് വിവാഹബന്ധം പാടില്ല. ഒരു ശിർക്കുള്ള മനുഷ്യൻ നടത്തത് ഒരു മുസ്ലിമായ മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയില്ല. ഇതല്ലേ ഖുർആനിന്റെ നിലപാട്, ഇതല്ലേ സമുദായത്തിന്റെ നിലപാട്. ശിർക്ക് വലിയ പാതകമാണെന്ന് പറയാത്ത പ്രവാചകന്മാരുണ്ടോ? ശിർക്കിന്റെ ഗൗരവം പറയാത്ത ആലിമീങ്ങളുണ്ടോ? ശിർക്കിന്റെ ഗൗരവം പഠിപ്പിക്കാത്ത ഇസ്ലാമിലെ പ്രബോധക സംഘങ്ങളുണ്ടോ? ബദറിന്റെ ഉത്സവഭൂമികളിൽ ആധാരവൃദ്ധം വരുന്ന ശത്രുക്കളോട് വിഷം മുട്ടിയ വയറുമായി അസ്ഹാബുൽ ബദർ നടത്തിയ പോരാട്ടം ശിർക്കിനോടുള്ള സഹനശമനമല്ലേ? ശിർക്കുമായി വിപരീത ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ബദറിന്റെ പോർക്കളത്തിൽ ഉഹദിന്റെ രണഭൂമികളിൽ സമാനമായ യുദ്ധക്കളങ്ങളിൽ സൗഹൃദം ത്യജിക്കുവാൻ സഹാബത്ത് തയ്യാറായത്. എന്നാൽ ആ ശിർക്കിന്റെയും തൗഹീദിന്റെയും മദനം മുസ്ലിം സമുദായം ഇക്കാലമത്രയും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. വഹാബിസം തൗഹീദ് പറഞ്ഞ് ഈ സമുദായത്തിൽ കൊണ്ടുവരുന്ന ചരക്ക് തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിൽ അകലം കുറക്കുവാനാണ്. അതെന്താണ്? അബൂജഹലും അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ചത് ഒരേ പടച്ചവനെയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ തൗഹീദ് സർവ്വമത സത്യവാദമാക്കുകയാണ്. ആക്കിയെന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ശിർക്കിനെ മുസ്ലിം പള്ളിയിൽ കൊണ്ടുവരാൻ വഹാബിയെ ശ്രമിക്കുകയാണ്. ആദ്യമായി മുസ്ലിം സമുദായത്തോട് ഇവിടെയുള്ള ബാലേറ്റിനെയും രാമേറ്റിനെയും ഒക്കെ പള്ളിയിലെ മിഹ്റാബിൽ നിർത്താം എന്ന് പറഞ്ഞാൽ സമുദായം അത് ചെവിക്കൊള്ളൂല. കാരണം അമുസ്ലിംകളായി നമ്മൾ കാണുന്ന ആളുകളിൽ വിശ്വാസപരമായി നമ്മൾ കാണുന്ന ഒരു വലിയ അപകടമുണ്ട്. അത് ശിർക്കാണ്. ആ ശിർക്കുള്ളവനുമായി മതപരമായ വിഷയത്തിൽ യോജിപ്പില്ല. എന്നാൽ വഹാബികൾ ശിർക്കിന്റെ ഗൗരവം കുറക്കാൻ ചെയ്ത പണി എന്താണ്? തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിലുള്ള അകലം കുറക്കാൻ ചെയ്ത പണി എന്താണ്? അബൂജഹലിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അല്ലാഹു ഒന്നാണ് എന്ന് ഖുർആനിന്റെ നസ്സായതും സ്പഷ്ടമായതും വ്യക്തമായതുമായ നിർദ്ദേശം തള്ളി വഹാബികൾ ചെയ്ത പണി. അതുപോലെ പാണക്കാട് തങ്ങളും AP ഉസ്താദും ഉള്ളാളത്ത് തങ്ങളൊക്കെ ചെയ്യുന്ന പണി ഈ അബൂജഹൽ ചെയ്ത പണിയാണ്, ശിർക്കാണ് എന്ന് പറയാം. അബൂജഹൽ ചെയ്ത പണിയാണ് ഈ തിരൂരങ്ങാടി പള്ളിയിലെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദ് ചെയ്യുന്നത് എന്ന് വഹാബികൾ പറയുകയും അത് പറയാൻ വേണ്ടി അങ്ങാടികളിൽ മൈക്ക് കെട്ടുന്ന മൗലവിയുടെ അനുയായികൾ അന്ന് മകരിവ് തന്നെ ആ മുസ്ലിയാരുടെ പിന്നിൽ നിസ്കരിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു പറഞ്ഞില്ലേ, ശിർക്ക് കടുകുമണിയോളമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലും ആരാധന സ്വീകാര്യമല്ല. എന്നിട്ടും അവർ പറയുന്നു പള്ളിക്കൽ ഉസ്താദ് ചെയ്യുന്ന മൗലിദ് ശിർക്കാണ്. ആ ശിർക്ക് അബൂജഹലിന്റെ പണിയാണ്. ആ അബൂജഹലിന്റെ പണി ചെയ്യുന്ന മുസ്ലിയാരെ പിന്നിൽ മതപരമായ കർമ്മത്തിൽ ഇമാമായി നിൽക്കാം എന്നെന്തിനു പറയുന്നു? ശിർക്കിന്റെ ഗൗരവം കുറക്കാൻ. തൗഹീദും ശിർക്കൊന്നും അത്ര വലിയ വ്യത്യാസമുള്ള സംഗതിയല്ല. ഇവിടെയുള്ള അബൂജഹലും മുസ്ലിംകളും തമ്മിൽ അത്ര വലിയ അകലൊന്നുമില്ല. ഓരൊക്കെ ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മിഹ്റാബിലും പള്ളിക്കലൊക്കെ ഒന്നിച്ചിരിക്കാൻ പറ്റിയ ആശയമാണ് ശിർക്കും തൗഹീദും എന്ന് പറഞ്ഞ് ഇസ്ലാമിക തൗഹീദ് ഇതര വിശ്വാസം നിൽക്കുമ്പോൾ ആ തൗഹീദിനെ ഇതര ദൈവസങ്കല്പങ്ങളിൽ കൂട്ടിക്കലർത്തി ഇസ്ലാമിന്റെ തൗഹീദിനെ വ്യതിരിക്തമായ 22 കാരറ്റുള്ള തൗഹീദിനെ ആ തൗഹീദിനെ സർവമത സത്യവാദമാക്കി വിതരണം ചെയ്യുകയാണ് മൗലവിമാർ. അതിനാദ്യം എന്ത് ചെയ്യണം? ബാലേട്ടനും രാമേട്ടനെയും മാപ്പിളയാദിയാക്കണമെങ്കിൽ രാമേട്ടനും ബാലേട്ടനും ചെയ്യുന്ന പണി ആദ്യം പാണക്കാട് തങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അത് പറഞ്ഞിട്ട് തന്നെ പാണക്കാട് തങ്ങളൊപ്പം മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയിൽ കൂടെ നിൽക്കണം. അത് പറഞ്ഞിട്ട് തന്നെ പാണക്കാട് തങ്ങളെ പിന്നിൽ ഇമാമായി നിൽക്കണം. അത് പറഞ്ഞിട്ട് തന്നെ പാണക്കാട് തങ്ങളെ മയ്യത്ത് നിസ്കരിക്കുവാൻ വസിയത്ത് ചെയ്യണം. അത് പറഞ്ഞിട്ട് തന്നെ പാണക്കാട് തങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് ക്ഷണിക്കുകയും പാണക്കാട് തങ്ങളെ മയ്യത്ത് നിസ്കാരത്തിൽ കൂടുകയും ചെയ്യണം. എന്നാൽ എന്തുകൊണ്ടു നാളെ ബാലേട്ടന്റെ കൂടി ഈ പണിയൊക്കെ ചെയ്യാം. കാരണം ബാലേട്ടൻ ചെയ്യുന്ന പണിയാണല്ലോ പാണക്കാട് തങ്ങൾ ചെയ്യുന്നത് എന്നാണല്ലോ വഹാബികൾ പറയുന്നത്. ഇതെന്തിന്റെ പേരിലാണ്?
കേവലം ഒരു വാചകക്കപ്പുറത്തായി മനസ്സിലാക്കണ്ട, കേവലം ഒരു തെറ്റിദ്ധാരണയോ ധാരണപ്രസയോ ആയി മനസ്സിലാക്കണ്ട. കാലങ്ങളായി ഇസ്ലാമിന്റെ തൗഹീദിനെ വികലമാക്കുവാൻ സാമുദായിക ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്ന കണ്ണുകളാണ് ഈ കക്ഷികളെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി വഹാബികൾ ചെയ്ത പണി നോക്കൂ. ശിർക്കിന്റെ ഗൗരവം കുറച്ചു കാണിക്കാൻ മൗലവിമാര് ചെയ്ത പണി എന്താണ്? ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ കാഫിറെന്ന് വിളിക്കുകയാ. കേരളീയ സാമുദായിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടായാലും എന്ത് സംഘടനാപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ ആ തങ്ങളെ തങ്ങളായി അംഗീകരിച്ചവരാണ്, ആ തങ്ങളെ കൈമുട്ടുവാനക്കാലത്ത് മനസ്സുവെച്ചവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാര്, യമനിലെ ഹവർമൗത്തിൽ നിന്ന് കടൽ താണ്ടി കടന്നുവന്ന് കേരളത്തിന്റെ സാമുദായിക രംഗത്ത് ആധ്യാത്മികതയുടെ ചരിത്രം പുഷ്കലമാക്കി കൈമാറിയ പാണക്കാട് കുടുംബം, ആ പാണക്കാട് കുടുംബത്തിൽ അടുത്ത കാലത്ത് വഫാത്തായി പോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആ പാണക്കാട് തങ്ങൾ പാപ്പ PMS പൂക്കോയ തങ്ങളുടെ പരിശുദ്ധമായ മടിപ്പെട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ ആധ്യാത്മികധാരയും സാമൂഹ്യ പ്രവർത്തനവും ഒന്നിച്ച് സമന്വയിച്ച് പഠിച്ച സയ്യിദാണ്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങൾ പാപ്പയുടെ വീട്ടിൽ അവിടുത്തെ വഫാത്താകുന്നതുവരെ ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ഉൾപ്പെടെയുള്ള ആബാലജനങ്ങൾ, ആ ജനങ്ങൾ മന്ത്രിച്ചിടാൻ വേണ്ടി വരാറുണ്ട്, അവർ ബറക്കത്തിന് വേണ്ടി വരാറുണ്ട്. അറേബ്യൻ രാജ്യത്ത് വലിയ സ്വാധീനമുള്ള പാണക്കാട് ശിഹാബുരങ്ങളെ ചെറുതായി കാണിക്കാൻ കേരള വഹാബികൾ ചെയ്ത ക്രൂരത എന്താണ് അവർ പറയുന്നത്? അറബികൾക്കിടയിൽ അറബി ഭാഷയിൽ ഇറക്കിയ ഡോക്യുമെന്ററിയിൽ കൊടപ്പനക്കൽ തറവാട്ടിലെ വിവിധ തങ്ങന്മാരുടെ വീടുകൾ ചിത്രീകരിച്ചുകൊണ്ട് വഹാബികൾ പറയുകയാണ്, കേരളത്തിലെ ജനങ്ങൾ ബറക്കത്തിന് വേണ്ടി വരുന്ന തറവാടാണത്. കേരളത്തിലെ ജനങ്ങൾ മന്ത്രിച്ചൂടാനും ഏലസ് വാങ്ങാനും വരുന്ന തറവാടാണത്. അതുകൊണ്ട് പാണക്കാട് തങ്ങളും തങ്ങളുടെ തറവാടും കുഫറിന്റെ തറവാടാണ് പോൽ, അത് ശിർക്കിന്റെ തറവാടാണ് പോൽ. അതോടൊപ്പം പാണക്കാട്ടെ തങ്ങൾ കേവലം ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിന്റെ അപ്പുറം അദ്ദേഹത്തിന്റെ മതപരമായ യോഗ്യത മന്ത്രിച്ചൂതിയതുകൊണ്ട്, അദ്ദേഹത്തിന്റെ തറവാട്ടിൽ ജനങ്ങൾ പുണ്യത്തിന് വേണ്ടി വന്നതുകൊണ്ട് അത് കുഫറിന്റെ തറവാടാണെന്നാണ്. إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة. പാണക്കാട് തങ്ങന്മാരുടെ വീടുകളാണത്. يأتي الناس إلى منزله للتبرك ولشراء التمائم والتبلة، وإنه وأسرته من أنصار البدع والخرافات في ربوع كيرلا مع أنه سياسي معروف. മന്ത്രിച്ചൂതി കൊടുത്തതുകൊണ്ട്, അതുപോലെ ഏലസ് കൊടുത്തതുകൊണ്ട് അബൂജഹലിന്റെ പണിയാണ് പാണക്കാട് തങ്ങൾ ചെയ്യണത് എന്ന് അതിന്റെ പച്ച മലയാളം. വഹാബികൾ അതെങ്ങനെ ഇസ്തിരിക്കിട്ട് വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് പറഞ്ഞാലും അതിന്റെ പച്ച മലയാളം ഇതാണ്. ഏത്? അബൂജഹൽ ചെയ്ത മക്ക രാജ്യത്ത് അബൂജഹൽ ചെയ്തതിനെ പണിക്കാണ് ശിർക്ക് എന്ന് പറയാം. ആ ശിർക്കിനെതിരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമരങ്ങളായിരുന്നു ബദറിലും മുഹദിലും കണ്ടത്. എന്നാൽ വഹാബികൾ ചെയ്യുന്ന പണി, അബൂജഹൽ ചെയ്ത പണി ആര് ചെയ്യുന്നു? പാണക്കാട്ട് തങ്ങൾ പാപ്പ ചെയ്യുന്നു. അത് പറയുന്നതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങളെ പിന്നിൽ ഇമാമത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിലൂടെ ശിർക്ക് അത്ര വലിയ ഗൗരവമുള്ള സംഗതിയല്ലാന്ന് പരോക്ഷമായി സമുദായത്തെ പഠിപ്പിക്കുന്നു. ഇതിനോടുള്ള താല്പര്യമല്ല, ശിർക്കിനോടുള്ള ബേജാറുമല്ല. പിന്നെ ഈ ശിർക്കും തൗഹീദും കൂട്ടിക്കലർത്തി അള്ളാന്റെ ദീൻ എങ്ങനെയും കൊളാക്കാൻ പറ്റുമോ എന്നുള്ള ഹിഡൻ അജണ്ട. അതിനല്ലേ വഹാബികളെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും കവലകളിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത്.
എത്ര ആയത്തുകൾ സമുദായം ശിർക്ക് ചെയ്യുന്നു എന്ന് കലഹം കൂട്ടാൻ നിങ്ങൾ വാചാലമായി ഓടിയാലും ആ ആയത്തുകൾ മറുപടി അറിയിക്കണമെങ്കിൽ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. അതെന്താണ്? ഈ ആയത്തുകളൊക്കെ ഓടിയിട്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് അബൂജഹലും മക്കത്ത് ചെയ്തീനെ പണി തിരൂരങ്ങാടി പള്ളിയുടെ ഇമാമ് ചെയ്യുന്നുണ്ട് എന്നല്ലേ? മക്കത്ത് അബൂജഹൽ ചെയ്ത പണി പാണക്കാട് തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ലേ? മക്കത്ത് അബൂജഹൽ ചെയ്ത പണി എ.പി. ഉസ്താദ് ചെയ്യുന്നുണ്ടെന്നല്ലേ? എന്നാൽ ആ പണിയാണ് മന്ത്രിച്ചൂത്തും മാലമൗലിദുകളുമെങ്കിൽ അബൂജഹലിനെ എവിടെയെങ്കിലും പള്ളി കൊണ്ടുവന്നിട്ട് ഇമാമത്ത് നിർത്തിയിട്ട് അള്ളാഹ് റസൂൽ നമസ്കരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ശിർക്കിന്റെ എന്തെങ്കിലും ഒരു സ്വരമോ ശൈലിയോ കണികയോ അങ്ങയുടെ കൽബിലുണ്ടെങ്കിൽ അങ്ങയുടെ നിസ്കാരം ബാത്തിലാണെന്നാണ്. എന്നാൽ ഈ പണി ചെയ്യുന്ന സുന്നികൾ ചെയ്യുന്നത് ശിർക്കാണെങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലോ സഹീഹോ? ഇത് പറഞ്ഞിട്ട് ഇനി ഈ രാജ്യത്തിന്റെ ഗവനങ്ങളിൽ സുന്നികൾ ശിർക്ക് ചെയ്യുന്നു എന്ന് കലഹം കൂട്ടാനുള്ള ധാർമ്മിക വികാരം നിങ്ങൾക്കുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ അജണ്ട മറ്റൊന്നാണ്, ശിർക്കിന്റെ ഗൗരവം കുറയ്ക്കുക. അങ്ങനെ ശിർക്കിന്റെ ഗൗരവം കുറക്കാൻ പാണക്കാട് ഞങ്ങളെ കാഫിറാക്കുക. അതുപോലെ ഒരു മൗലവി പറയുന്നത് ഇവിടെ തങ്ങന്മാര് ഖലീൽ തങ്ങള് പാണക്കാട് തങ്ങള് എന്ന തങ്ങന്മാരൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇവിടെ അദ്വാനി തങ്ങളും ഉമാഭാരതി ദേവിയും ഉള്ളൂ എന്നാണ് മൗലവിന്റെ വാദം. അല്ലേ? നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങളുടെ കുടുംബമാണ് എന്ന് പറയും. നമ്മളൊക്കെ തങ്ങന്മാരാണ്, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ആദം നബിയുടെ മക്കളാണ്. അതിനോട് വലിയ പോരിച്ച് എന്താ? ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത അദ്വാനിയും കെട്ടിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ ഇവിടെ തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ